एक नए वीडियो में सबका स्वागत है। आज इस वीडियो में हमारा पाठ्यपुस्तक वसंत कक्षा 8 के 14 पाठ दीवानों की हस्ती पाठ के शब्दार्थ, सारांश और प्रश्नोत्तर का विश्लेषण करने जा रहे हैं। शब्दार्थ सुनिए। दीवाने शब्द का अर्थ है स्वतंत्रता सेनानी। मस्ती, खुशी, जोश, आलम, वातावरण, धूल, मिट्टी, उत्साह, प्रसन्नता, आंसू, अश्रु, चखकर, जी भरकर, मनस्सु निറയെ, खूंटों पीना, अनुभव करना, भिखमंगे, भीख मांगने वाले, छंद स्वतंत्र, निशानी निशान, ഒരു ഹൃദയ, आबाद बसना सुरक्षित रखना, पराया दूसरे। कविता का सारांश या भावार्थ। भगवती चरण वर्मा ने यह दीवानों की हस्ती कविता स्वाधीनता से पहले लिखी है। ഭഗവതി ചരൺ വർമ്മ ദീവാനോं की हस्ती എന്ന കവിത സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് എഴുതിയത്। इसमें स्वतंत्रता सेनानियों की मनोदशा का वर्णन है। ഇതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മാനസിക അവസ്ഥയാണ്, മനോദശയാണ് വർണ്ണിച്ചിരിക്കുന്നത്। इस कविता में देश की स्वाधीनता पर बलिदान होने वाले भारत के सच्चे पुत्रों का वर्णन है। ഈ കവിതയിൽ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഭാരതീയ മാതാവിൻ്റെ സപുത്രന്മാരെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്। വേ സേനാനി മാനता है कि हम तो ആസാദി के दीवाने हैं। ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വയം ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരാണ്, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവരാണ് എന്ന് വിശ്വസിക്കുന്നു। വേ ഏക് സ്ഥാൻ പർ ടിക്കർ നഹീ രഹത്തെ, അവരൊരു സ്ഥിരമായൊരു സ്ഥലത്ത് താമസിക്കുകയില്ല। വേ വീർ മസ്ത് മൗൽ സ്വഭാവ് കെ വീർ ഹേ, അവർ മസ്ത് മൗൽ സ്വഭാവ് എന്ന് പറഞ്ഞാൽ വളരെയേറെ മസ്തി, ഉല്ലാസം, ഖുഷിയും ജോഷ് മുതലായ സ്വഭാവം ഉള്ളവരാണ്, എല്ലായ്പ്പോഴും സന്തോഷിച്ചിരിക്കുന്നവരാണ്। ഹം തോ ആജ് യഹാ ഹേ തോ കൽ ന ജാനെ കഹാ ഹോങ്കെ, അവർ പറയുകയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല। വേ ജഹാം ബി ജാത്തെ വഹാം കെ വാതാവരൺ മേ അപ്പനെ ജോഷ് സെ ഖുഷിയാം ബിഖേർ ദേത്താ ഹേ, അവരെവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം അപ്പനെ ജോഷ് സെ, തൻ്റെ ഉന്മേഷം കൊണ്ട്, തൻ്റെ ഉത്സാഹം കൊണ്ട് അവിടെ സന്തോഷം വാരി വിതറുന്നു। ബ്രിട്ടീഷ് സർക്കാർ ഉन्हें कहीं भी और कभी भी गिरफ्तार कर जेल में बंद करके दूर स्थानों में भेजते हैं। ബ്രിട്ടീഷ് സർക്കാർ അവരെ എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും गिरफ्तार कर അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഏതെങ്കിലും ദൂരസ്ഥാനത്തേക്ക് അയക്കും। इसलिए वे स्वयं ही सरकार से छिपकर रहते हैं, അതുകൊണ്ട് അവർ ബ്രിട്ടീഷ് സർക്കാരിനെ പേടിച്ച് ഒളിച്ചാണ് വസിക്കുന്നത്। वे कहते हैं कि हमारे आने से हमारे भाई बंधुओं यानी रिश्तेदारों के चेहरे पर उल्लास छा जाता है, അവർ പറയുകയാണ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരും ബന്ധുമിത്രാദി റിലേറ്റീവ്സിൻ്റെ എല്ലാ മുഖത്ത് ഭയങ്കരമായ ഒരു ആഹ്ലാദം നമുക്ക് കാണാനായിട്ട് സാധിക്കും। और जब अचानक जाते हैं तब उनकी खुशी आंसुओं में परिवर्तित हो जाती है। പക്ഷെ അവരെപ്പോഴാണ് തിരിച്ചു പോകാൻ തുടങ്ങുന്നത് പെട്ടെന്ന് തന്നെ ആ സന്തോഷമെല്ലാം അശ്രുവായി പരിണമിക്കുന്നു, അതായത് ആ സന്തോഷമെല്ലാം പോയി എല്ലാവരും ദുഃഖിതരാകുന്നു। സബി कहते हैं कि अभी तो आए थे और अभी ही चले जाते हैं, ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഇപ്പോൾ തന്നെ പോകുന്നു। लेकिन इन वीर दीवानों का मानना है कि उनके इनसे यह प्रश्न न पूछा जाए, എന്നാൽ ഈ വീര സേനാനികൾ പറയുന്നത് അവരോട് ഈ ഒരു ചോദ്യം ചോദിക്കരുത്। ഹമേ കിസ് ഓർ വാ കഹം ജാനാ ഹെ, ഞങ്ങൾ എങ്ങോട്ടേക്ക് അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കരുത്। ഉൻക കാം തോ ആകെ ബഠ്നാ ഹെ, അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മുന്നേറുക മാത്രമാണ്। ജബ് ഭി വേ ലോഗോം സെ മിൽത്തെ ഹെ തബ് കുച്ച് ബാത്തേം ഉൻസെ कहते हैं और दूसरों की कुछ बातें सुनते हैं, എപ്പോഴൊക്കെയാണ് അവരുടെ മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും ദേശവാസികളെയും കാണാൻ പോകുന്നത് അപ്പോഴെല്ലാം അവരോട് രണ്ട് വാക്കുകൾ പറയുകയും അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും। वे कहते हैं कि वे सुख दुख की भावनाओं को एक समान मानते हैं, सदा संतुष्ट रहते हैं। അവർ പറയുന്ന
ഞങ്ങൾ സുഖദുഃഖ ഏതായാലും രണ്ടും ഒരേ ഭാവത്തോടെ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും സദാ സന്തുഷ്ടരഹത്തേക്ക് എപ്പോഴും അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. വേ അപ്പനെ ലക്ഷ്യമേ പൂർണ്ണത ദൃഢരഹത്തേക്ക് അവർ തൻ്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായിട്ടും ഉറച്ച് നല്ല ദൃഢവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. വേ കഹത്തേക്ക് യഹ് ദുനിയാത്തോ ബിഗ് മാങ്കോങ്കി ഹേ, അവർ പറയുന്നു ഈ ലോകം എന്ന് പറയുന്നത് ഭിക്ഷാടകരുടെ ലോകമാണ്. ക്യോങ്കി യഹ് സ്വാർത്ഥി ദുനിയ സദൈവ് ദൂസറോ സെ കുച്ച് പാനാ ചാഹത്തെ ഹേ അവർ സദാ കുച്ചിന കുച്ച് മാങ്തി രഹത്തി ഹേ. അവർ പറയുന്ന ഇതാണ്, ഈ ലോകത്തെ എന്തുകൊണ്ടാണ് ബിഗ് മങ്കോങ്കി ദുനിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വാർത്ഥി ദുനിയ എല്ലായ്പ്പോഴും സ്വാർത്ഥരായ ആളുകൾ എപ്പോഴും ഈ ലോകത്തുള്ള ആളുകൾ ദൂസറോസെ കുച്ച് പാനാ ചാഹത്തേക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ സദാ കുച്ചിനെ കുച്ച് മാങ്കത്തി രഹത്തിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. പരന്തു ഹം ഇസ് ബിഗ് മങ്കോं की दुनिया में अपना संपूर्ण प्रेम न्योछावर कर आगे बढ़ते हैं. പക്ഷേ ഞങ്ങൾ ഈ ഭിക്ഷാടകരുടെ ലോകത്ത് ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും അവർക്ക് വേണ്ടി ത്യജിക്കുന്നു. ന്യോച്ചാവർ കർണാച്ച ത്യാഗ് ദേന, അവർക്ക് വേണ്ടി അവരുടെ എല്ലാ സ്നേഹവും അവർ സ്വച്ഛന്ത അവർക്ക് ഇഷ്ടപ്രകാരം അവർക്ക് കൊടുക്കുന്നു. വേ കഹത്തെ ഹേ ഹേ ഹമാരെ മൻമേ ഏക് ഹി അസബലാദാക്കി നിശാനി ഹേ, അവർ പറയുകയാണ് ഞങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു അസാഫല്യത്തിൻ്റെ അടയാളം മാത്രമാണുള്ളത്. ഇത്തനാ പ്രയാസ് കർണേ പർ ഭി ആസാദി ഹംസെ ദൂർ ഹേ. ഇത്തന പ്രയാസ് കർണേ പർ ഭി, ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും സ്വാതന്ത്ര്യം വളരെയേറെ ദൂരെയാണ് എന്ന ഒരൊറ്റ ദുഃഖം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അന്തുമേ യേ ദീവാനേം യേ ആസാദി കെ സേനാനിയേം അപ്പനെ വ പരായ കാ ഭാവ് ഛോഡ് കർ സഭി ദേശവാസിയോം സെ കഹത്തെ ഹേ കി ഹംനെ തോ സ്വയം ബന്ധി ബന്ന സ്വീകാർ കിയാ ഹേ. അവസാനം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ പറയുകയാണ്, അപ്പനെ ആ പരയേക്ക ഭേദഭാവ് ചോടുക്കർ, അവർ എൻ്റേതെന്നും നിൻ്റേതെന്നുള്ള ഭേദവ്യത്യാസങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാ ദേശവാസികൾക്കും വേണ്ടിയിട്ട്, അതായത് ഇവിടെ ജാതി ധർമ്മം കുലം സമ്പ്രദായം എല്ലാത്തിനെയും അങ്ങനെ അവർ ഇവർ എന്നുള്ള ആ ഭേദഭാവങ്ങളെല്ലാം മറന്നിട്ട് സഭി ദേശവാസിയും കേസ് കഹത്തെ എല്ലാ ദേശവാസികളോടുമായി പറയുന്നു, ഹംനെ തോ സ്വയം ബന്ധി ബന്ന സ്വീകാർ കിയാ ഹൈ, ഞങ്ങൾ സ്വയം ബന്ധനസ്ഥനാവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവരാണ്. കാരണം എപ്പോഴും വേണമെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലീസ് അറസ്റ്റ് ചെയ്യാം, ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബന്ധിയാവാൻ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. ദേശ് മേ രഹനെ വാലെ സഭി ലോകം സെ റിസ്തേ നാത്തെ തോടുക്കർ ജാ രഹേ ഹേ, അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടത്. उनके मन में एक ही आशा है कि जीवन काल में आज़ादी का मुँह नहीं देख पाए, किंतु उनके मरने के बाद देशवासी आज़ादी का मूल्य ज़रूर समझोगे और वे भी आज़ादी के लिए आगे बढ़ेंगे. ഉൻകെ മൻമേ ആശാ യഹി ആശാ ഹേ, അവരുടെ മനസ്സിൽ ഈ ആഗ്രഹമാണുള്ളത്. ഉൻകെ ജീവൻ കാൽ മേ ആസാദി ക മുഹ് നഹീ ദേഖ് പായേ, അവർക്ക് ഈ ജീവിതകാലത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖം കാണാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഉൻകെ മർനെ കെ ബാദ്, അവരുടെ മരണശേഷം ദേശവാസി ആസാദിക്ക് മൂല്യ ജരൂർ സംശയെങ്കിൽ, ഉറപ്പായിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾ മരണശേഷം ദേശവാസികൾ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അവർ വേ ഭി ആസാദിക്ക് ലിയെ ആകെ വിടേങ്കെ, അവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് വരും എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. പ്രശ്നോത്തർ. കവിനെ अपने आने का उल्लास और जाने को आंसू बनकर बह जाना क्यों कहा गया है? കവി തൻ്റെ വരവിനെ ഉല്ലാസ് എന്നും പോകുന്നതിനെ ആസു ബൻകർ ബഹ്ജാന എന്നും എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? കവി കാ മാനना है कि जब वे अपने बंधु मित्रों से मिलने आते हैं तो तब के चेहरे पर खुशी छा जाती है. अपने ബന്ധുമിത്രോं से मिलने आते हैं, എപ്പോഴെല്ലാമാണ് അവരുടെ ബന്ധുമിത്രങ്ങളെ കാണാൻ വരുന്നത്, തോ സബ്കെ ചെഹരെ പർ ഖുഷി ഛാ ജാതി ഹെ, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. और जब सहसा जाने की बात आती है तो वही खुशी अश्रुओं का रूप धारण कर लेती है. പക്ഷേ പെട്ടെന്ന് പോകുന്ന കാര്യം വരുമ്പോൾ ആ സന്തോഷമെല്ലാം കണ്ണുനീരിന് വഴിമാറും, എല്ലാവർക്കും ദുഃഖമാകും. അർത്ഥാത് ഉൻകെ ജാനെ പർ സഭി രോ പഡ്തേ ഹെ, അതായത് അവർ പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും കരയുന്നു. ലേക്കിൻ വേ സേനാനി ആകെ അപ്പനെ ചുനെ മാർഗ് പർ ബഡ്തേ ഹി ജാത്തേ ഹെ, പക്ഷേ ആ സ്വതന്ത്ര സംഗ്രാം കെ സേനാനി ആരൊക്കെ കരഞ്ഞാലും എന്തായാലും
അവർ നിശ്ചയിച്ച ആ മാർഗത്തിലൂടെ തന്നെ അപ്പനെ ചുനെ ഹുയെ അവർ തിരഞ്ഞെടുത്ത ആ മാർഗത്തിലൂടെ തന്നെ മുന്നേറുക തന്നെ ചെയ്യും. अगला प्रश्न है, भिकमंगों की दुनिया में बेरोक प्यार लुटाने वाला कवि ऐसा क्यों कहता है कि वह अपने हृदय पर असफलता का एक निशान भार की तरह ले जा रहा है? क्या वह നിരാശയെ യാ പ്രസന്നഹേ? ഭിക്ഷാടകരുടെ ലോകത്തിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സ്നേഹവും പങ്കുവച്ച് കൊടുത്തു പോകുന്നു. കവി ഐസാ ക്യോം കവിതാഹേ, കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? വഹ അപ്പനെ ഹൃദയപ്ര സഫലതാക്കായേക്ക് നിശാൻ ഭാർ കി തർഹ് ലേക്കർ ജാ രഹാ ഹേ. എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ ആ സാഫല്യത്തിൻ്റെ ഒരു അടയാളവും പേറിയാണ്, ഭാരവും അടയാളത്തിൻ്റെതായ ഭാരവും പേറിയാണ് പോകുന്നത് എന്ന് കവി എന്തുകൊണ്ടാണ് പറയുന്നത്? क्या वह निराश है या प्रसन्न है? कवि निराशनाणो अथो प्रसन्ननाणो? उत्तर सुनिए। कवि संसार के लोगों के प्रति स्वच्छंद रूप में प्रेम लुटाता है क्योंकि उसका मानना है कि इस दुनिया के लोग सदा दूसरों से कुछ पाना चाहते हैं. कवि ഈ ലോകത്തെ ആളുകൾക്ക് स्वच्छंद रूप से अपनी इच्छा से प्रेम लुटाता है, वो प्रेम करते हैं, लेकिन उसका मानना है कि इस दुनिया के लोग सदा दूसरों से कुछ पाना चाहते हैं. പക്ഷേ കവി പറയുകയാണ്, എന്നാൽ ഈ ലോകത്തിലെ ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സഭി കോ പ്രസന്ന രഖനെ പർ ഭി ഉസ്കെ ഹൃദയ പർ ദുഃഖ ഹേ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്. അസഫലത കാ നിശാൻ ഹേ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അസഫലതയുടെ ഒരു അടയാളമുണ്ട്. अपने जीवन काल में बहुत प्रयत्न करने पर भी स्वतंत्रता प्राप्त नहीं की. തൻ്റെ ജീവിതകാലത്തിൽ ഇത്രയും പ്രയത്നിച്ചിട്ടും താൻ ജീവിച്ചിരിക്കെ സ്വാതന്ത്ര്യം ലഭിച്ചില്ലല്ലോ എന്ന ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കവിത में ऐसी कौन सी बात है आपको सबसे अच्छी लगी? ഈ കവിതയിലെ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? കവിത में हमें सबसे अच्छी लगी बातें दीवानों की मस्ती है. എനിക്ക് കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദീവാനോങ്കി മസ്തി ഹേ, ആ ദീവാന്മാരുടെ സന്തോഷമാണ്, ഖുഷിയാണ്, അവരുടെ ജോഷാണ്. സുഖ ദുഃഖ സഹത്തെ ഹുയേ ബി ബേ മസ്ത് ഹേ. സുഖവും ദുഃഖവും സഹിക്കുന്നെങ്കിൽ അവർ എപ്പോഴും നല്ല ജോഷ് ഉന്മേഷത്തോടെയാണ് ഇരിക്കുന്നത്, സന്തോഷത്തോടെയൊക്കെ. ഉന്നെ കിസി ക പർവാഹ് നഹി, അവരൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. മസ്തി മേ രേഖർ ജാൻ ഹഥേലി പർ രേഖ് കർ ദേശ് കോ സ്വതന്ത്ര കർവാന ചാഹത്തെ ഹേ. അവർ മസ്തി മേ രഹ്കർ, ഉല്ലാസത്തോടു കൂടി തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട്, ജാൻ ഖദേലി പർ എന്ന് വെച്ചാൽ തൻ്റെ ജീവനെ അപകടത്തിലാക്കിക്കൊണ്ട് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്, ദേശം സ്വതന്ത്രമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആകെ जीवन में मस्ती होनी चाहिए, लेकिन कब मस्ती हानिकारक हो सकती है? सहपाठियों के बीच चर्चा कीजिए. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും മസ്തിയും ആവശ്യമാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ മസ്തി ഹാനികാരകമാകുന്നുണ്ടോ? സഹപാഠികളുമായി ചർച്ച ചെയ്ത് എഴുതുക. യഹ് സഹി ഹേ കി ജീവൻ മേ മസ്തി അർത്ഥാത് മസാ ഹോന ചാഹിയെ, ക്യോങ്കി ഇസ്സേ ഹി വ്യക്തി ജീവൻ മേ ആനന്ദ് വ ഹർഷ് അനുഭവ കർത്താ ഹേ. അത് സത്യമാണ്. ജീവിതത്തിൽ ഉല്ലാസം വേണ്ടത് തന്നെയാണ്, അഥവാ നമ്മൾ ആഹ്ലാദിക്കേണ്ടതാണ്. ക്യോങ്കി ഇസ്സേ ഹി വ്യക്തി ജീവൻ മേ ആനന്ദ് വ ഹർഷ് അനുഭവ കർത്താ ഹേ. അതിലൂടെയാണ് ജീവിതത്തിലെ സന്തോഷവും ഹർഷവും അനുഭവിക്കാൻ കഴിയുന്നത്. ലേക്കിൻ യദി ഹമാരെ ദ്വാര കീ ഗയി മസ്തി, എന്നാൽ എപ്പോഴെങ്കിലും നമ്മളുടെ സന്തോഷം കൊണ്ട്, നമ്മളുടെ ആ ഒരു ജോഷ് കൊണ്ട് കിസിക്കോ നുക്സാൻ പകുഞ്ചായത്തോ, ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാവുകയാണെങ്കിൽ, തോ ഉസേ ഹം മസ്തി കാ നാം ന ദേ സക്തേ, അതിനെ നമ്മൾ മസ്തി എന്ന്, നമുക്ക് ഉല്ലാസം എന്ന് പറയാൻ കഴിയില്ല. ഹം ദീവാനോ കി മസ്തി കോ സർവശ്രേഷ്ഠ വ ആനന്ദദായക മാനത്തെ ഹേ. നമ്മൾ ഈ സ്വതന്ത്ര സംഗ്രാമ സേനാനികളുടെ മസ്തിയെ, അവരുടെ ഉത്സാഹത്തെ നമ്മൾ സർവശ്രേഷ്ഠവും ആനന്ദദായകവുമായിട്ട് അനുഭവിക്കുന്നു. ക്യോങ്കി അനേക കഠിനായിയാം സഹനെ പർ ഭി വേ സന്തുഷ്ട വ ആനന്ദിത് രഹത്തെ ഹേ. എന്തുകൊണ്ടെന്നാൽ ഇത്ര അധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് അവർ സന്തുഷ്ടിയോടെയും ആനന്ദത്തോടെയും ഇരിക്കുന്നു. ഉൻകെ ഹൃദയമേ സദാ സ്വതന്ത്രത കെലിയെ ആകെ ബഡ്നേക്ക് ചാഹേ. അവരുടെ മനസ്സിലെപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നേറണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത്. ആസാദി കെ ദീവാൻ മസ്തി മേം ജീവൻ ക്യോം ജീത്തെ ഹേ. ആസാദി കെ ദീവാനേം अपने मन में यही निश्चय लेते हैं कि उनका जीवन केवल देश के लिए है.
ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ തൻ്റെ മനസ്സിലിങ്ങനെ ഒരു നിശ്ചയമെടുത്തു. അവരുടെ ജീവിതം ഈ ദേശത്തിന് വേണ്ടിയുള്ളതാണ്. വേ കബ് കഹാം കേസെ മൃത്യു കാ ആലിംഗൻ കർണ പടേ. അവരെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും മൃത്യുവിനെ വരിക്കേണ്ടി വരും. ലേക്കിൻ ഉനേം കോയി ഡർ യാ പശ്ചാത്താപ് നഹീം. പക്ഷേ അവർക്കൊരിക്കലും ഒരു ഭയമോ പശ്ചാത്താപമോ ഇല്ല. ഉൻകാ ലക്ഷ്യ ദേശ് കോ സ്വാധീൻ കർവാനാ ഹേ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശത്തെ സ്വതന്ത്രമാക്കുക എന്നതാണ്. ഇസ്ലിയേ വേ മസ്ത് ഹോക്കർ ഉസ്കെ ലിയേ നിരന്തർ കാര്യരത് രഹത്തെ ഹേ. അതിനുവേണ്ടി അവരെപ്പോഴും സന്തോഷത്തോടു കൂടി എപ്പോഴും നിരന്തരം അവരെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആകെ ഉന്നാനെ സൻസാർ കോ ഭിക്മംഗ ക്യോം കഹാ ഹേ. കവി എന്തുകൊണ്ടാണ് ഈ ലോകത്തെ ഭിക്മംഗോങ്കി ദുനിയ എന്ന് പറയുന്നത്? वीर सेनानी संसार को भिकमंगा कहते हैं क्योंकि उनका मानना है कि यह संसार केवल लेना जानता है. വീരസേനാനി ഈ ലോകത്തെ ഭിക്മംഗ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് സംസാർ കെ ലോക് കേവലം എടുക്കാൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ദൂസറോं को कुछ देना उसके बस की बात नहीं है. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നത് അവരെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. വേ തോ സ്വാർത്ഥപൂർണ്ണ ജീവൻ വ്യതീത് കർണേമേ ഹി അപ്പനി സഫലത സമജ്തേ ഹേ. അവരെപ്പോഴും സ്വാർത്ഥപൂർണ്ണമായ ജീവിതം നയിക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നു. അതായത് ഞാൻ എൻ്റെ എന്ന ഒരു ചിന്ത മാത്രമാണ് ശരി എന്നവർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കവി ഈ ലോകത്തെ ഭിക്മംഗോ കി ദുനിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. और अगला प्रश्न है, स्वतंत्रता संग्राम के सेनानी हृदय पर असफलता की कैसी निशानी रखते हैं. സ്വാതന്ത്ര്യ സമര സേനാനികൾ തൻ്റെ മനസ്സിൽ എന്ത് അസഫലതയുടെ അടയാളമാണ് വെച്ചിരിക്കുന്നത്? उसके हृदय में इस बात का दुख है कि इतना प्रयत्न करने पर भी उनके जीते जी एक देश സ്വാധീൻ ന ഹോ പായ. അവരുടെ ഹൃദയത്തിലുള്ള ദുഃഖം ഇതാണ്, ഇത്രയും പ്രയത്നിച്ചിട്ടും അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉൻകെ ജീത്തെ ജി അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദേശത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല. യഹി ഭാർ യാ ബോച്ച് സദാ ഉൻകെ മൻമേഘി. ഈ ഭാരവും ഈ ദുഃഖവും ഭാരവുമാണ് അവരുടെ മനസ്സിലുള്ളത്. ഈ ദുഃഖഭാരമാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. കവിതയിലെ സാരാംശവും ഈ കവിതയുടെ സാരാംശവും അർത്ഥവും ചോദ്യോത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ധന്യവാദം.